ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. ഇന്ന് ക്രിസ്മസ് റീത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു റീത്താണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കുക എന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യമായി ആവശ്യമായ സാധനം ഒരു കാർഡ്ബോർഡാണ്. കുറച്ച് കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൽ ഞാൻ 2 റൗണ്ട് വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കോമ്പാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി അളവിൽ 2 റൗണ്ട് രേഖപ്പെടുത്താം. ഞാനിവിടെ 2 പാത്രങ്ങളുടെ മൂടി വെച്ചാണ് ഇങ്ങനെ വരഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് സിസറാണ്, ഈ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ മെയിനായിട്ട് വേണ്ടത് പിസ്ത ഷെല്ലാണ്. പിന്നെ ഗ്ലൂ ഗൺ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കളർ ചെയ്യാനായിട്ട് പെയിൻറ്റും വേണം. പിന്നെ റീത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ്. കോമൺ ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഈ പുറത്തുള്ള ഈ സർക്കിളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ പുറം വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ സർക്കിള്. അപ്പോൾ ഇനി ഉൾവശത്തുള്ള സർക്കിൾ കട്ട് ചെയ്യാൻ ഇതുപോലൊരു കട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. സിസർ കയറ്റി കട്ട് ചെയ്യുക കുറച്ച് പാടുള്ള കാര്യമാണ്. ഞാനപ്പോൾ അതിൻ്റെ ഉൾവശത്തുള്ള സർക്കിളും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ആ കട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനത് ഉൾവശവും കൂടെ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇതുപോലൊരു റീത്തിൻ്റെ ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസാണ് കിട്ടിയത്. ഇനി നമുക്ക് പിസ്ത ഷെല്ല് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ എടുക്കാനും കാരണം ഇതാണ്, പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. നമ്മൾ ഫെവിഗമൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് സ്റ്റിക്കായി കിട്ടാൻ. ഇതാകുമ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക പിസ്ത ഷെല്ല്. ഞാനിപ്പം ആ ഒരു റൗണ്ടിൽ 3 പിസ്ത ഷെല്ല് വെച്ചാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് പിസ്ത ഷെല്ല് ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നമ്മളിങ്ങനെ പിസ്ത ഷെല്ല് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ സിമ്പിളാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ TV ഒക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതിന് കുറച്ച് സമയം കണ്ടെത്തണം എന്ന് മാത്രം. ബാക്കിയൊക്കെ സിമ്പിളാണ്. അപ്പോൾ കണ്ടോ, ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് പിസ്ത ഷെല്ല് ഒട്ടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോ, ബാക്ക് സൈഡിൽ കാർഡ്ബോർഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിന് ഗോൾഡൻ കളർ ഒരു പെയിൻ്റാണ് കൊടുക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് ട്രീ ഓൾറെഡി തയ്യാറാക്കിയല്ലോ, അത് ഗ്രീൻ കളറാണല്ലോ. അപ്പോൾ മൊത്തത്തിലൊരു ഗ്രീൻ കളർ വേണ്ടാന്നുള്ളത് കൊണ്ട് ഞാനിതിന് ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ ഗോൾഡൻ കളർ കൊടുക്കുമ്പോൾ ക്യാമറയിൽ എനിക്ക് അതിന് വലിയ ഡിഫറൻസ് കാണുന്നില്ല. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ക്രിസ്മസ് ട്രീ ചെയ്തപ്പോഴും അതിന് പുറമേ ഒരു ഗോൾഡൻ ടച്ചപ്പ് കൊടുത്തപ്പം അത് ക്യാമറയിൽ അത്ര ഭംഗിന് വന്നില്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഈ ഭാഗത്ത് ഞാൻ പെയിൻറ്റ് ചെയ്തതും എന്നാൽ ഞാൻ പിടിച്ച ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാത്തതുമാണ്. പക്ഷേ വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് കാണാൻ നല്ല ഷൈനിങ് ഉണ്ട്, ഗോൾഡൻ ഷൈനിങ് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, ക്യാമറയിൽ കാണാതെ കാരണം അതൊരു ഭംഗിയില്ല എന്ന് തോന്നരുത്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, നല്ല ഗോൾഡൻ ഷൈനിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റും പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന്. കണ്ടോ, കംപ്ലീറ്റ് ഞാൻ ഗോൾഡൻ കളറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഡെക്കറേഷൻ പാർട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണമെന്നില്ല. ഞാനൊരു ഐഡിയ കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഞാനിവിടെ ഒരു ക്രേ പേപ്പറാണ് എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളറുള്ളത്. അപ്പോൾ ഞാനൊരു ഇലയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ പേപ്പർ എടുത്തത്. എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് ഇലകളില്ല. നിങ്ങളുടെ വീട്ടിൽ പഴയ ഫ്ലവർ വേസിലൊക്കെ വെച്ചിട്ടുള്ള പഴയ പൂക്കളുടെയൊക്കെ ഇലകളൊക്കെ കാണാം.
അതുമല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ കളറുള്ള പല സാധനങ്ങളും ഉണ്ട് ഇലയുടെ ഷേപ്പ് തോന്നിക്കുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാതെ കാരണം ഞാൻ ഇതുപോലൊരു ക്രേ പേപ്പർ എടുത്ത് അതിനെ രണ്ടായി മടക്കി അതിൻ്റെ രണ്ട് വശങ്ങളിലും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഇനി ഇതിനെ നമ്മളൊന്ന് ചുരുട്ടി എടുക്കുമ്പോഴേക്ക് നടുവശത്ത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ഇനി നടുവശത്ത് കൂടെ ഇതിനെ ഒന്ന് ചുരുട്ടിയെടുത്ത് നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി ടൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീത്തിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗ്രീൻ കളറുള്ള ഒരു റിബൺ പോലെ ആയി കിട്ടും. അപ്പോൾ ഞാനതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു ത്രെഡ് കൊണ്ട് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലതുപോലെ അവിടെ നിന്നോളും. ഇനി നമുക്കതിനെ നമ്മുടെ റീത്തിൻ്റെ നടുഭാഗത്തായി മുകളിൽ നടുഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പൊതുവേ നമ്മൾ ക്രിസ്മസ് റീത്തിൻ്റെ ഒക്കെ നടുഭാഗത്ത് ഇതുപോലൊരു ഗ്രീൻ കളറുള്ള ഒരു ഇതാണ് കാണാറ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇലയോ ഗ്രീൻ കളറുള്ള എന്ത് വേണമെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ക്രിസ്മസിൻ്റെ ഒരു മെയിൻ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, ഗ്രീന്, വൈറ്റ് ആണല്ലോ. അപ്പം നമ്മൾ അന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യുന്ന 2 ബോൾ വൈറ്റും റെഡുമായിട്ടുള്ള 2 ബോളാണ് ഞാനിതിൻ്റെ നടുവിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ബോ പോലെ കെട്ടി നല്ല റെഡ് കളറുള്ള സാറ്റൻ റിബൺ ബോ പോലെ കെട്ടി ഇതിൻ്റെ നടുവിൽ സ്റ്റിക്ക് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ള എന്തുകൊണ്ടും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ 2 സാധനങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ 2 ബോൾ വെക്കുകയാണ് അതിൻ്റെ നടുവിലായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഗോൾഡൻ ഷൈനിങ് കാണുന്നുണ്ടല്ലേ ക്യാമറയിൽ കാണുമ്പോഴും. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഉണ്ടായിരുന്നു, അതുകൂടെ അവിടെ ഇവിടെയാക്കി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാം. പഴയ പൊട്ടിയ മാലയുടെ മുത്തുകളോ അതോ തെർമോക്കോൾ ബോൾസോ എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പരിപ്പ് കളർ ചെയ്ത് ഡിഫറെൻറ്റ് കളറായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ വളരെ സിമ്പിളായ ഒരു റീത്ത് തന്നെയാണ്. കാരണം നമ്മളൊരു പഴയൊരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നു, കുറച്ച് പിസ്ത ഷെല്ല് ഒട്ടിക്കുന്നു, കളർ ചെയ്യുന്നു, നമ്മളെ കൈവശമുള്ള സാധനങ്ങൾ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. പുറകു വശത്തായിട്ട് ഒരു ഹാങ്ങിങ്ങും കൂടെ സ്റ്റിക്ക് ചെയ്താൽ 2 ത്രെഡ് വെച്ച് സ്റ്റിക്ക് ചെയ്താൽ നമുക്കിത് ഡോറിലോ വോളിലോ ഹാങ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കയ്യിൽ കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പെർഫെക്ഷനൊക്കെ കിട്ടും. ഇനി പിസ്ത ഷെല്ല് തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുവോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ രീതിയിൽ വെറൈറ്റി ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത പിക്കൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അയച്ചു തരിക. അതിൻ്റെ ഐഡി ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീക്ക് ഞാൻ ചെയ്ത മറ്റ് ക്രിസ്മസ് ക്രാഫ്റ്റുകൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ചെയ്ത ക്രിസ്മസ് ക്രാഫ്റ്റുകളുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.